നമ്മളെ ചതിയിൽപ്പെടുത്തുന്ന ഒരു പ്രശ്നം, ഒരു തെറ്റ് ചെയ്യൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവൻ നഫ്സ് ചെയ്യുന്ന പരിപാടി എന്നാണ് ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാൻ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരുന്നത്. ഉദാഹരണത്തിന് ഒരാൾ മൊബൈലിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ നിരന്തരം ഹറാമ് കാണുന്നു, ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിൽ അയാൾ വെറുതെ കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് കാലം വേണ്ടല്ലേ ഈ യൂട്യൂബ് ഒന്നും വേണ്ട, ഇൻസ്റ്റഗ്രാമിൽ വേണ്ട. അപ്പൊ തെറ്റൊക്കെ ഒന്ന് നിർത്തി റമദാനൊക്കെ അല്ലേ നന്നാവണം എന്ന് വിചാരിക്കുമ്പോ അവൻ നഫ്സ് തരുന്ന ഒരു ട്രിക്ക് എന്താ പറയുന്നത്, ചതി. ആ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കാൻ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന്, അല്ല മോനെ നീ മൊബൈലിൽ യൂട്യൂബിന്റെ സമയം കളയുമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിന്റെ അൺഇൻസ്റ്റാൾ ആക്കണം. അപ്പൊ പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനമൊക്കെ ഇങ്ങനെ ലൈവില് കാണല് മാത്രമല്ല, എത്ര ഓൺലൈൻ മജ്‌ലിസ് ഉണ്ട്, മദ്ഹ് ഗാനം കട ഇപ്പുറത്തേക്ക് തള്ളിയിടും. ആ പെണ്ണ് ആ കോളേജിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് നീ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നില്ല എന്നാണ്. അതിന്റെ ആവശ്യം ഓളിപ്പുറത്തേക്ക് കൂടി പോയിക്കോട്ടെ, നീ ഇപ്പുറത്തേക്ക് പോകുന്ന പോലെ കേട്ടോ. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാൻ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരുത്താണ് അവൻ നഫ്സ് ചെയ്ത ഏറ്റവും വലിയ ചതി. അതിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് 100 ആളെ കൊന്നാളോട് ഇസ്ലാം കൊലപാതകം നടത്തണം എന്നല്ല പറഞ്ഞത്, നീ ആ നാട്ടിൽ നിന്ന് പോകണം. കാരണം നീ ആ കോളേജിൽ ഉണ്ടായിരിക്കുക എന്തായാലും തെറ്റ്, നീ ആ നാടിന്റെ ആംബിയൻസ് അങ്ങനെയാണ്, നീ അവിടെ നിന്ന് പോകണം. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം, നടക്കാവുന്ന ദൂരമാണോ നടന്നിട്ട് തന്നെ പോവുക. എത്രയൊക്കെ ഉപകാരം. രാവിലത്തെ ഫ്രഷ് എയർ, ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന്. കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരായിരിക്കും, ചൂടൊന്നും ആയിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും, ഒന്ന്. നല്ല ഫ്രഷ് എയർ കിട്ടും, മനസ്സമാധാനം കിട്ടും. ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത്, റോഡിലൂടെ ഒന്നും പോണ്ടേ, ബസ്സൊക്കെ തട്ടിപ്പോയി പോകും. അതുകൊണ്ട് സേഫായ സ്ഥലത്ത് കൂടെ നടക്കുക. ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ്. ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ 8 മണിക്കാണ്. കണക്ക് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ 8 മണിക്കാണ് മനുഷ്യന്മാര് മരിക്കുന്നത്. ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറക്കമുറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ 99% മരണങ്ങളും രാവിലെ 7 മണി 8 മണിക്കുള്ളിലാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോ ഒരു വിചിത്രമായ ഒരു കൂട്ടിവായിക്കൽ നടന്നത്, സുബഹി നിസ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേഞ്ചർ ഒഴിവായി കിട്ടും. ആ സമയത്ത് എണീക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ, ശരീരം നം എന്ന് പറയില്ല, ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിങ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് 8 മണിയാണ്, രാവിലത്തെ 8 മണി സമയം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ സ്വലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരമാണ് ഉറക്കിനേക്കാളും ഖൈർ കേട്ടോ, എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ. അറ്റാക്കെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പൈസക്ക് ചെലവല്ലേ, വേദനയും കീറി മുറിക്കുന്നതും വേറെ, വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ, നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ. ഇനി അത് രക്ഷപ്പെട്ട് കിട്ടൂല്ലോ അതും അറിയില്ല, ചിലപ്പോ മരിച്ചുപോയി എന്ന് വരും. അപ്പോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നിടത്ത് അല്ലാഹുവേ നമ്മുടെ റൂഹിനും ജസദിനും അല്ലാഹു ഉപകാരം നൽകുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ നിസ്കാരങ്ങളിലേക്കുള്ള നടത്തം അത് വലിയ പ്രതിഫലമാണ്, നഷ്ടപ്പെടുത്തരുത്. ഓരോ കാൽവെപ്പിനും 10 കൂലി. അല്ലാഹ് അശ്റ ഹസന, ഓരോ കാൽവെപ്പും എത്ര സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും കടന്നു പോകാൻ, അതിന് മുഴുവനും കൂലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം. യാ അല്ലാഹ്, വീട്ടിൽ നിന്ന് ഉദുവെടുത്ത്